രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ദില്ലി പോലീസ് ഇന്നലെ വിദ്യാർത്ഥികൾക്കും പ്രക്ഷോഭകർക്കും എതിരെ അഴിച്ചുവിട്ട അക്രമത്തിന്റെ ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. പി ആർ സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. പി ആർ സുനിൽ, ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കുത്തഴിഞ്ഞു പോയത് എന്നത് വിശദീകരിക്കുന്നു. എത്ര രൂപയാണ്, എത്ര ലക്ഷം കോടി രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് എന്നത് പറയുന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യം എത്രത്തോളം ലെജിറ്റിമേറ്റ് ആണ് എന്നത് വീണ്ടും ഊന്നി പറയുന്നു. ഇങ്ങനെ വളരെ ചുരുങ്ങിയ സമയത്താണെങ്കിലും ഏറ്റവും ആഴമേറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം. മാധു, തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം അവസാനിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് പ്രധാനമായും 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം. ഒന്നാമത്തെ ആവശ്യം എന്നത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ആവശ്യം കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന വിദ്യാർത്ഥികളുടെ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ അതിക്രമം, ആ അതിക്രമത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ആവശ്യം ഈ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് മാപ്പ് പറയണം എന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയാണ്. രാജ്യത്ത് മത്സര പരീക്ഷകൾ നടക്കുന്നതിൽ പലയിടത്തും വലിയ തട്ടിപ്പുകൾ നടക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ 152 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. 7.5 കോടി വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിച്ചത് എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. ഈ സംഭവങ്ങളിൽ ഒരാൾക്കെതിരെ പോലും നടപടിയെടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയാണ്. നീറ്റ് പരീക്ഷ തയ്യാറെടുപ്പിനായി ഓരോ കുടുംബവും, ഓരോ വിദ്യാർത്ഥികളും ഒരു വർഷം ചെലവഴിക്കുന്നത് 1.32 ലക്ഷം കോടി രൂപയാണ്. അതേസമയം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്കായി ആകെ ബജറ്റിൽ നീക്കിവെക്കുന്ന പണം നോക്കിയാൽ അത് 1.4 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ഏതാണ്ട് അത്രയും തുക തന്നെ ചിലവാക്കിയാണ് രാജ്യത്ത് ഓരോ കുട്ടികളും നീറ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തയ്യാറെടുക്കുമ്പോഴാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. അതിലേക്ക് പോകാം.